Hello guys, welcome back to my YouTube channel. My name is Arun. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾ 2024 യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ 10 കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. എൻ്റെ ഒരു 6 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു 10 പോയിന്റ്സ് ആയിട്ട് പറയുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതിൽ ഈ ലാസ്റ്റ് പറയുന്ന 10ാമത്തെ പോയിന്റ് ഭയങ്കര ക്രൂഷ്യൽ ആണ്. അതും കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പൊളിക്കും പിന്നെ യൂട്യൂബിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് നീഷ് സെലക്ഷൻ ആൻഡ് ടാർഗറ്റ് ഓഡിയൻസ് ആണ്. അതായത് നീഷ് മീൻസ് നമ്മുടെ ഒരു സ്കിൽ, നമ്മൾ എന്താണ് യൂട്യൂബിലേക്ക് ഇടാൻ പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ എന്തെങ്കിലും ഇപ്പോൾ ഞാനിപ്പോൾ ടെക് റിലേറ്റഡ് വീഡിയോ എഡിറ്റിംഗ്, ഗാഡ്ജറ്റ്സ്, ആ ടൈപ്പ് സാധനങ്ങളാണ് യൂട്യൂബിൽ ഇടുന്നത്. നിങ്ങൾ എന്ത് ടൈപ്പ് സാധനമാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം നിങ്ങളെ മൈൻഡിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളിപ്പോൾ ഫുഡിൻ്റെ റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും, അല്ലെങ്കിൽ വ്ളോഗിങ് വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ ഗെയിമിംഗ് റിലേറ്റഡ് വീഡിയോസ്, ഗെയിംസ്, ആ ഗെയിം പ്ലേ വീഡിയോസ് ഇടുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് ആ ഒരു നിങ്ങളുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഓഡിയൻസിനെ നോക്കുക. അത് ഭയങ്കര ബിഗ് ആണോ അല്ലെങ്കിൽ ചെറുതാണോ, ആ ഒരു നിങ്ങളുടേതായ ഒരു കേസ് സ്റ്റഡി നടത്തുക. എന്നിട്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. പിന്നെ ഒന്നാമത്തെ പോയിന്റ്, സബ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾ യൂട്യൂബിൻ്റെ ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങളുടെ പേര് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ 2016 യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഈ ടെക് ഫോർ മലയാളം എന്നുള്ള ഒരു പേരിട്ടത്. ഇപ്പോൾ എനിക്ക് ടെക് ആ മേഖലയിലുള്ള സാധനങ്ങളാണ് ഇടാൻ എനിക്ക് താല്പര്യം, അത് മാത്രമേ ഞാൻ ഇടുകയുള്ളൂ. പക്ഷേ എന്നാലും എനിക്കൊരു വ്ളോഗ് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ട്. എൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ടെക് റിലേറ്റഡ് അതുമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാരാണ്. സോ അവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടോണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ നെയിം വെച്ചിട്ട് തന്നെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫുഡിൻ്റെ എടുത്തും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ് റിവ്യൂ ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ ഇടാൻ പറ്റും. സോ ഒരു വൈഡായിട്ട് ഇപ്പോൾ തന്നെ ചിന്തിക്കുക, അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു പേര് ഇടുക. രണ്ടാമത്തെ കാര്യം കൺസിസ്റ്റൻസിയാണ്. സത്യം പറഞ്ഞാൽ ഈ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ചിരി വരും. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ കളിയാക്കും. അതായത് ഈ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. 2016 ചാനൽ തുടങ്ങി 2017-18 ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്ത് തന്നെ എനിക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സ് അടിക്കും, എനിക്ക് പ്ലേ ബട്ടൺ കിട്ടുകയൊക്കെ ചെയ്തതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എല്ലാം കിട്ടി, ഞാൻ അതിലോട്ട് പോയി. പിന്നെ ഇത് ശ്രദ്ധിക്കാണ്ടായി, പിന്നെ കുറേ മടിയായി, അങ്ങനെ ടച്ച് വിട്ടുപോയി. അപ്പോൾ കൺസിസ്റ്റൻസി വളരെ മുഖ്യമാണ്. ആ കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ ഇതെൻ്റെ ഒരു 4 വർഷത്തിന് ശേഷമുള്ളൊരു വീഡിയോ ആണ്. ഇതിനത്ര വ്യൂ കയറുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 വീഡിയോ എങ്കിലും പ്ലാൻ ചെയ്യുക. ഒന്നിടവിട്ടിട്ടോ ഒക്കെ നിങ്ങൾക്ക് വീഡിയോ ഇടാം. ഡെയിലി ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഒരു വീക്ക്ലി 3 വീഡിയോസ് മാക്സിമം ഇടാൻ ശ്രമിക്കുക. പിന്നെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒപ്റ്റിമൈസ് ടൈറ്റിൽ, തംബ്നെയിൽ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ആണ്. നമ്മൾ വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ കാണുന്ന ഒരു സാധനമല്ല, അതിനാണ് തംബ്നെയിൽ എന്ന് പറയാം. അടിയിലുള്ള ആ ഒരു മെയിൻ ഹെഡിങ്, ടൈറ്റിൽ, അതിൻ്റെ അടിയിലുള്ള സാധനം ഡിസ്ക്രിപ്ഷൻ ആണ്. സോ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ എത്രത്തോളം അട്രാക്റ്റീവ് ആക്കാവോ അത്രത്തോളം അട്രാക്റ്റീവ് ആക്കുക. ആളുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തംബ്നെയിൽ കാണുമ്പോൾ ജസ്റ്റ് ഒരു 0.1 സെക്കൻഡെങ്കിലും നിൽക്കാൻ തോന്നണം. എന്നാൽ മാത്രമേ അവർ ക്ലിക്ക് ചെയ്യുള്ളൂ, എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോ അവർ കാണുള്ളൂ. സോ തംബ്നെയിൽ ക്യാച്ചി ആയിട്ടുള്ള വേർഡ്സ് കൊടുക്കാം, കുറച്ച് ക്യൂരിയസ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാം, കുറച്ച് ഇമേജസ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ടൈറ്റിൽ ആണെങ്കിലും ആഡ് ചെയ്യാം. മിസ്ലീഡിംഗ് ആയിട്ടുള്ള ടൈറ്റിലോ തംബ്നെയിലോ കൊടുക്കരുത്. അതായത് നമ്മുടെ വീഡിയോയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനങ്ങളൊന്നും കൊടുത്ത് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാണ്ടിരിക്കാൻ ശ്രമിക്കുക. അത് പിന്നെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടോണം എന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ എന്തായാലും നിർബന്ധമായിട്ട് ആഡ് ചെയ്യണം. നിങ്ങൾ എന്താണോ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്, അതായത് നിങ്ങൾ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തത്, അതിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഇംഗ്ലീഷിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിൽ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, എത്ര ടൈം കൊണ്ട് ഉണ്ടാക്കും, ഏതൊക്കെ സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ, നിങ്ങൾ ആ വീഡിയോനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഇംഗ്ലീഷിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്കത് ടൈപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ChatGPT, ജെമിനി ഇതുപോലുള്ള AI ടൂൾസ് ഉണ്ട്. അതിൽ ജസ്റ്റ് നിങ്ങളുടെ ഒരു സാധനം ആ ടൈറ്റിൽ കൊടുത്തിട്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വേണമെന്ന് പറഞ്ഞാൽ AI നമുക്ക് ഇങ്ങോട്ട് തരും. അത് നമ്മൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാൽ മതി. കാരണം ഈ ഒരു ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തന്നെ യൂട്യൂബിൽ കയറിയിട്ട് ഒരു സാധനത്തിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ മലയാളത്തിലല്ല ടൈപ്പ് ചെയ്യുക, അതുകൊണ്ട് ഇംഗ്ലീഷിൽ ടൈറ്റിൽ കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, യൂട്യൂബ് ടൈറ്റിൽ മാത്രമല്ല ഡിസ്ക്രിപ്ഷനും നോക്കും. സോ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോ സെർച്ച് ചെയ്ത് കാണാനും അതുപോലെ തന്നെ സ്ക്രോളിങ്ങിൽ ടോപ്പായിട്ട് വരാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ 4ാമത്തെ പോയിന്റ് എൻഗേജ്മെൻ്റ് ആണ്. എൻഗേജ്മെൻ്റ് ആണ് ഇതിൻ്റെ ഒരു കീ എന്ന് പറയാൻ സാധിക്കും. അതായത് നിങ്ങളൊരു വീഡിയോ ഇട്ടിട്ട് പിന്നെ മാറി നിൽക്കരുത്, അടുത്ത വീഡിയോ ചെയ്യാൻ പോകരുത്. ആ വീഡിയോ ഇട്ടതിന് ശേഷം കമൻറ്റ്സ് വരുമ്പോൾ അവർക്കെല്ലാം റിപ്ലൈ കൊടുക്കുക. അതിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കൊടുക്കാൻ ശ്രമിക്കുക. നമ്മളെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണം എന്ന് നിർബന്ധമൊന്നുമില്ല. സോ ചിലർ നല്ല പറയും, ചിലർ മോശം പറയും. സോ നല്ലതാണ് പറയുന്നതെങ്കിൽ അവർക്ക് താങ്ക് യു എന്ന് പറയുക, അപ്രീഷിയേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അവർ എന്തെങ്കിലും ഒരു മാറ്റമോ മോശമോ മീൻസ് എന്തെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാട്ടുവാണെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് റിപ്ലൈ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ റെഡിയാക്കാം എന്നൊക്കെ പറയുക. അവരിപ്പോൾ പറയുക നിങ്ങളുടെ ഓഡിയോ ക്വാളിറ്റി പോരാ, വീഡിയോ ക്വാളിറ്റി പോരാ
പറയാമെന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ ദേഷ്യം പിടിക്കാണ്ട് വിഷമിക്കാണ്ട് അവർക്ക് റിപ്ലൈ കൊടുക്കാം. എൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്, ഞാൻ അടുത്ത വീഡിയോ മുതൽ റെഡിയാക്കാം, നിങ്ങൾ കമൻറ്റ് ചെയ്തതിന് നന്ദി, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ തെറി വിളിക്കുകയാണെങ്കിൽ അതിന് കയറിയിട്ട് തെറി വിളിക്കാനും നിൽക്കണ്ട, ഇഗ്നോർ ചെയ്താൽ മതി. പിന്നെ നമ്മൾ അഞ്ചാമത്തെ കാര്യം അപ്ലോഡിങ് ടൈമാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എത്ര കിടു വീഡിയോ, എത്ര കിടിലൻ ടൈറ്റിൽ, തമ്മിൽ ഇതൊക്കെ സെറ്റാക്കി വെച്ചാലും നിങ്ങൾ രാത്രി 1 മണിക്കാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഒരു ഇനിഷ്യൽ ഒരു പുഷ് നിങ്ങൾക്ക് കിട്ടൂല. സോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഈ ഒരു 6 വർഷത്തെ എക്സ്പീരിയൻസ്, അത് ഇൻസ്റ്റാഗ്രാം ആയാലും സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒക്കെ ആയാലും ഒരു വൈകുന്നേരം 6 മണി മുതൽ രാത്രി 9 മണി വരെ പീക്ക് ടൈമാണ്. 6 മണി മുതൽ രാത്രി 9 മണി വരെ. ഈ ഒരു സമയങ്ങളിൽ എല്ലാവരും മിക്കവാറും ഫ്രീ ആയിരിക്കും. അവർ വർക്കെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും, അവർ വീട്ടിലായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇട്ടാൽ കുറച്ചുകൂടി ഇനിഷ്യലി ഒരു പുഷ് കിട്ടാൻ ചാൻസ് ഉണ്ട്, ആൾക്കാർ കാണാൻ ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് നിങ്ങൾ രാത്രി 1 മണിക്കോ അല്ലെങ്കിൽ രാവിലെ 7 മണിക്കൊന്നും അപ്ലോഡ് ചെയ്താൽ ആൾക്കാർ കാണാനുള്ള ചാൻസ് കുറവാണ്. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 6ാമത്തെ പോയിന്റ് ബ്രാൻഡിങ് ആണ്. അതായത് നമ്മളെ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ തന്നെ ബ്രാൻഡ് ചെയ്യണം. നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ ലിങ്ക് എടുത്തിട്ട് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലിടണം, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലിടണം, എല്ലായിടത്തും നമ്മൾ തന്നെ ഷെയർ ചെയ്യണം. നമ്മൾ തന്നെ പറയണം, മച്ചാ എൻ്റെ വീഡിയോ ഒന്ന് കാണുമോ, അല്ലെങ്കിൽ ബ്രോ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുമോ, കമൻറ്റ് ചെയ്യുമോ, അഭിപ്രായം പറയണേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ലിങ്കുകൾ, നമ്മളെ വീഡിയോസ് മാക്സിമം എവിടെയൊക്കെ എത്തിക്കാവോ അത് നമ്മൾ തന്നെ എത്തിക്കാൻ ശ്രമിക്കുക. ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടണം, എന്നാൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ 7ാമത്തെ പോയിന്റ് കൊളാബറേഷൻസ് ആണ്. നമ്മുടെ സെയിം മേഖലയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക, അവരുമായിട്ട് കൊളാബറേഷൻ എന്ന് വെച്ചിട്ട് അവരുടെ വീഡിയോ അവർ ചെയ്യുന്ന പോലെ ചെയ്യണം എന്നല്ല, അവരെങ്ങനെയാണോ ചെയ്യുന്നത് അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ടെക് വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ടെക് റിലേറ്റഡ് ചാനൽസ് ഉണ്ടാവും, നന്നായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള നല്ല വീഡിയോസ് ഇടുന്നത്, അവരുമായിട്ട് കമ്പനി ആവുക. അപ്പോൾ അവരുടെ കുറേ ഐഡിയാസ് നമുക്ക് കിട്ടും, അവരുടെ കുറച്ച് ടെക്നിക്കുകളൊക്കെ നമുക്ക് കിട്ടും. സോ കൊളാബറേഷൻ ചെയ്യുക, അവരുമായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാം. നമ്മുടെ 8ാമത്തെ പോയിന്റ് ഷോർട്സ് ആണ്. ഈ ഒരു സമയത്ത് ഇൻസ്റ്റാഗ്രാം റീലായാലും ഷോർട്സ് ആയാലും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് കളിക്കുകയാണ്. സോ നിങ്ങൾ യൂട്യൂബ് മെയിൻ വീഡിയോസ് ഫോക്കസ് ചെയ്യുന്ന അതേ ഫോക്കസിൽ തന്നെ ഈ യൂട്യൂബ് ഷോർട്സും ഇടാൻ ശ്രമിക്കുക. വളരെ ഷോർട്ട് ആയിട്ടുള്ള 1 മിനിറ്റിൽ താഴെയുള്ള വീഡിയോസ്, അത് നിങ്ങളെ മെയിൻ വീഡിയോ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മെയിൻ സാധനങ്ങൾ കൂട്ടി മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റുള്ള വീഡിയോ ആക്കി ഷോർട്സ് ആയി ഇട്ടാലും മതി. ഷോർട്സ് വഴി നമുക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടും, പെട്ടെന്ന് വ്യൂ കിട്ടും. കാരണം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ മറ്റേ തംബ്നെയിലൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ആൾക്കാർ ലൈക്ക് ചെയ്യും. അത് നമ്മുടെ യൂട്യൂബ് ചാനലിന് ഒരു ഇനിഷ്യലി ഭയങ്കര ഒരു എൻഗേജ്മെൻറ്റും ഒരു പുഷ് കിട്ടും. സോ നിങ്ങൾ മെയിൻ വീഡിയോ ശ്രദ്ധിക്കുന്ന അതേ ഇതിലൂടെ തന്നെ നിങ്ങൾ ഷോർട്ട് വീഡിയോയിലും ശ്രദ്ധിക്കുക. നമ്മുടെ 9ാമത്തെ പോയിന്റ് ഇൻവെസ്റ്റ് ഇൻ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി ശ്രദ്ധിക്കുക, ഓഡിയോ ക്വാളിറ്റി ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൻ കണ്ടന്റിൻ്റെ ക്വാളിറ്റി ശ്രദ്ധിക്കുക. ആദ്യം പറഞ്ഞ രണ്ടിനെക്കാട്ടും കുറച്ചും കൂടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ 3ാമത്തെ കണ്ടന്റിൻ്റെ ക്വാളിറ്റിയാണ്. നിങ്ങളുടെ വീഡിയോ കുറച്ചൊരു ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ പോലും നിങ്ങൾ പറയുന്ന കാര്യം, ഇൻഫർമേഷൻ അത് ബാക്കിയുള്ളവർക്ക് ഗുണം ചെയ്യുന്നതാണെങ്കിൽ, അവർക്കൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് തന്നെ ഗ്രോ ആവും. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങളൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തു, ആ വീഡിയോ കാണുന്ന ഒരാൾക്കെങ്കിലും ഒരു പോയിന്റ് കിട്ടിയാൽ, പുതിയൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ, അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു വാല്യൂ ആ ഒരു സാധനം കൊണ്ട് കിട്ടിയാൽ പിന്നെ ടോപ്പാണ്. ഇനി ഒന്നുമില്ല, നിങ്ങൾ ഇൻഫർമേഷൻ ഒന്നും പാസ് ചെയ്യുന്നില്ല, ചുമ്മാ വ്ളോഗിങ്, ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ അത് കണ്ടിരിക്കുന്ന ആ സമയത്തെങ്കിലും അവർക്കൊരു ഹാപ്പിനെസ്സോ അവർക്കൊരു ടൈം പാസോ ഒരു സുഖമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതും ഭയങ്കര അടിപൊളിയാണ്. നമ്മുടെ ലാസ്റ്റിലെ 10ാമത്തെ പോയിന്റ് യൂട്യൂബ് റവന്യൂ ആണ്, അല്ലെങ്കിൽ ക്യാഷ്, അല്ലെങ്കിൽ മണി എന്നൊക്കെ പറയാം. ഈ ക്യാഷ് മാത്രം വിചാരിച്ചിട്ട് ഒരു വീഡിയോ ഇത്ര എമൗണ്ട് കിട്ടും, വേറൊരു വീഡിയോ ഇട്ട് ഇത്ര എമൗണ്ട് കിട്ടും, അങ്ങനെ ക്യാഷിന് മാത്രം പ്രയോറിറ്റി 1 കൊടുത്തിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ സക്സസ് ആവാനുള്ള ചാൻസ് കുറച്ച് കുറവാണ്. കാരണം ഇതിൻ്റെ അതേ പ്രയോറിറ്റി തന്നെ നിങ്ങളുടെ സ്കില്ലിന് കൊടുക്കണം, നിങ്ങളെ വീഡിയോൻ്റെ ക്വാളിറ്റിക്ക് കൊടുക്കണം. നിങ്ങളെ വീഡിയോ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ക്രിയേറ്റ് ആവുന്നുണ്ടോ, നിങ്ങളുടെ വീഡിയോ കാണാനുള്ള ഓഡിയൻസ് ഉണ്ടോ, നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ ഇഷ്ടമാണോ, ഈ ഒരു സാധനമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സുഖം കിട്ടുന്നുണ്ടോ, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ യൂട്യൂബിൽ സക്സസ് ആവുക. ഇപ്പം എൻ്റെ കാര്യം എടുത്താൽ എനിക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും ഈ ടെക് പരമായിട്ടുള്ള സാധനങ്ങൾ ബാക്കിയുള്ളവർ എഡ്യൂക്കേറ്റ് ചെയ്യാനൊക്കെ ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എൻ്റെ ഈ സ്കിൽ ഇതിലൂടെ പ്രൊമോട്ട് ചെയ്യാം, അങ്ങനെ എനിക്ക് ഇൻകം കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്, അതൊക്കെ നിങ്ങൾക്ക് ഒരു ഇഷ്ടമാണ്. അപ്പോൾ ആ ഇഷ്ടം പ്ലസ് ഈ യൂട്യൂബിൻ്റെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി മിക്സ് ആകുമ്പോഴാണ് നിങ്ങൾ ഇതിൽ സക്സസ് ആവുക. നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ക്യാഷിന് മാത്രം കൊടുത്തു വന്നാൽ എനിക്കറിയില്ല, സക്സസ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാനും ഒരു 4 വർഷത്തിന് ശേഷമാണ് വീഡിയോ ഇടാൻ വരുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ആരെങ്കിലും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹപൂർവ്വം അരുൺ.